ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ. പഠനമൊക്കെ എങ്ങനെ പോകുന്നു? വളരെ നല്ല രീതിയിൽ തന്നെ പോട്ടെ. പരാജയത്തെ ഭയപ്പെടേണ്ട യാതൊരു വിധമായ ആവശ്യവുമില്ല. വീണ്ടും പരിശ്രമിച്ചാൽ വിജയത്തിലേക്ക് എത്തും എന്ന് തന്നെയല്ലേ ചിലന്തി നമ്മളോട് പറയുന്നത്. എത്ര തവണ നെയ്യുമ്പോഴും എത്ര പേർ തടസ്സപ്പെടുത്തിയാലും അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ, അത് പൂർത്തീകരിക്കുന്നത് വരെ, ഇര വന്ന് അതിൻ്റെ വലയിൽ വീഴുന്നത് വരെ തൻ്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര തവണ വേണമെങ്കിലും പരാജയപ്പെട്ടോട്ടെ, വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ സർക്കാർ ജോലി നിങ്ങളെ തന്നെ തേടിയെത്തട്ടെ. ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. സ്റ്റെപ്പ് 2 സക്സസിനോടൊപ്പം ചവിട്ടി കയറാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അന്താരാഷ്ട്ര സംഘടനകളാണ്. അന്താരാഷ്ട്ര സംഘടനകൾ നിലവിൽ വന്ന വർഷം, അതുപോലെ തന്നെ അതിൻ്റെ ആസ്ഥാനവുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. 1919 ജനീവയിലാണ് ഇത് നിലവിൽ വന്നത്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അതേ വർഷത്തിലാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ജനീവയിൽ നിലവിൽ വരുന്നത്. ജനീവയിൽ ഇതൊരു UN ഏജൻസി ആയിട്ട് മാറുന്നത് 1946ലാണ്, 1946ലാണ്. ILO നിലവിൽ വന്ന വർഷം ഏതാ? 1919 ജനീവയിൽ നിലവിൽ വരുന്നു. ഇതൊരു UN ഏജൻസി ആയിട്ട് മാറുന്നത് 1946. ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്, ILOയ്ക്ക് സമാധാന നൊബേൽ ലഭിച്ച വർഷം 1969ലാണ്. 1969ലാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന് എന്ത് ലഭിച്ചതാ? സമാധാന നൊബേൽ ലഭിച്ചത്. ഓക്കെ, 1969 സമാധാന നൊബേൽ ലഭിക്കുന്നു. 1919 നിലവിൽ വരുന്നു. 46ലാണ് ഇതൊരു UN ഏജൻസി ആയിട്ട് മാറുന്നത്. ഒത്തിരി ജനങ്ങൾ കൂടിയല്ലേ, ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ തൊഴിൽ ക്ഷാമം വരത്തില്ലേ? തൊഴിൽ ഓർത്താൽ മതി. ഇപ്പൊ ജനീവയാണ് തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം ചോദിച്ചാൽ ജനീവയാണ്. ഓക്കെ, ദെൻ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ആണ് FAO. 1945 ഒക്ടോബർ 16. അന്താരാഷ്ട്ര ഭക്ഷ്യദിനം ചോദിച്ചാൽ ഒക്ടോബർ 16 അല്ലേ? ഒക്ടോബർ 16നാണ് ഭക്ഷ്യദിനം വരുന്നത്. ആസ്ഥാനം ചോദിച്ചാൽ അത് റോമാണ്. FAOയുടെ ആസ്ഥാനം റോമിലാണ്. FAOയുടെ ആസ്ഥാനം എവിടെയാണ്? റോമാണ്. ഇറ്റലിയുടെ തലസ്ഥാനമായ റോമാണ് അല്ലേ? അപ്പൊ ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് വത്തിക്കാൻ അല്ലേ? വത്തിക്കാന്റെ ഭരണാധികാരി ആരാണ്? മാർപ്പാപ്പയാണ്, പോപ്പാണല്ലേ? പോപ്പിന്റെ സംരക്ഷണ ചുമതലയുള്ള സൈനിക വിഭാഗം ചോദിച്ച സ്വിസ് ഗാർഡാണ്. ഏതാണ്? സ്വിസ് ഗാർഡ്. പോപ്പിന്റെ സംരക്ഷണ ചുമതല സ്വിസ് ഗാർഡാണ്. ഇപ്പോഴത്തെ മാർപ്പാപ്പ ആരാണ്? ഇപ്പോഴത്തെ മാർപ്പാപ്പ ലിയോ 14 അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പയായ ലിയോ 14 ലിയോ 14 യഥാർത്ഥ പേരെന്താണ്? റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് എന്നാണ്. റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് 267ാമത്തെ മാർപ്പാപ്പയാണ്. ഓക്കെ, നമ്മൾ തിരിച്ചു വരുന്നു. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം റോമാണ്. 1945 ഒക്ടോബർ 16നാണ് നിലവിൽ വന്നത്. അടുത്ത യുനെസ്കോ നോക്കിയേ, 1945 നവംബർ 16 നിലവിൽ വന്നു. 1945 നവംബർ 16നാണ്. പാരീസ് ആണ് ആസ്ഥാനം. യുനെസ്കോയുടെ ആസ്ഥാനം ഏതാണ്? പാരീസ് ആണ്. കോഴിക്കോടിന്റെ പ്രത്യേകത എന്തുവാണ്? യുനെസ്കോ സാഹിത്യ നഗരത്തിൽ ആയി തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ സാഹിത്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ നഗരമാണ് ഏത്? കോഴിക്കോട് അല്ലേ? അത് യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരമാണ്, അല്ലെങ്കിൽ കേരളത്തിലെ നഗരമാണ് ഏത്? കോഴിക്കോട് എന്ന് പറയുന്നത്. യുനെസ്കോ നിലവിൽ വന്നത് 1945 നവംബർ 16ആണ്. പാരീസ് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? സീൻ നദിയുടെ തീരത്താണ്. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ്, ഈ ലോകത്തിന്റെ ഫാഷൻ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് ആണ്. ലോകത്തിന്റെ ഫാഷൻ നഗരം എന്നറിയപ്പെടുന്ന, ഫാഷൻ സിറ്റി എന്നറിയപ്പെടുന്നത് പാരീസ് ആണ്. പാരീസ് സ്ഥിതി ചെയ്യുന്നത് സീൻ നദീ തീരത്താണ്. ലണ്ടൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തെംസ് നദീ തീരത്താണ്. പാരീസ് സ്ഥിതി ചെയ്യുന്നത് എവിടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീൻ നദീ തീരത്താണ്. ഓക്കെ, യുനെസ്കോ നിലവിൽ വന്നത് 1945 നവംബർ 16നാണ്. എന്നാൽ യുനിസെഫ് ആണെങ്കിലോ, യുനിസെഫ് ന്യൂയോർക്ക് ആണ് ആസ്ഥാനം. മാറിപ്പോവല്ലേ? യുനെസ്കോ പാരീസ് ആണ്. പാരീസ്. ഓക്കെ, യുനിസെഫ് ആണെങ്കിലോ അത് ന്യൂയോർക്കിലാണ്. 1946 ഡിസംബർ 11നാണ്. 1946 ഡിസംബർ 11 പർവ്വത ദിനമല്ലേടാ? ഡിസംബർ 11 പർവ്വത ദിനമാണ്. ഓക്കെ, യുനിസെഫ് 1946 ഡിസംബർ 11 ന്യൂയോർക്കിലാണ് ഇതിന്റെ ആസ്ഥാനം. യുനിസെഫിന് സമാധാന നൊബേൽ ലഭിച്ച വർഷം 1965ആണ്. യുനിസെഫിന് സമാധാന നൊബേൽ ലഭിച്ച വർഷം 1965ആണ്. ILOയ്ക്ക് സമാധാന നൊബേൽ ലഭിച്ച വർഷം 1969ആണ്. സമാധാന നൊബേൽ ലഭിച്ചത് 1969 ILOയ്ക്കും 1965 യുനിസെഫാണ്. നോക്കി, അടുത്ത് ഹു അല്ലെ? WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. 1948 ഏപ്രിൽ 7 എന്താ പ്രത്യേകത? ഹെൽത്ത് ഡേ, ആരോഗ്യ ദിനമാണോ? ഓക്കെ, യെസ്. അപ്പോൾ ഏതാണ്? 1948
1948 ഏപ്രിൽ 7 ജനീവ ആസ്ഥാനമായാണ് നിലവിൽ വന്നത്. 1948 ഏപ്രിൽ 7 ജനീവ ആസ്ഥാനം, ജനീവ. അപ്പോൾ ജനിക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലയോ നല്ല ആരോഗ്യമുള്ള പിള്ളേർ ജനിക്കണമെന്ന്, അല്ലെ? ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണം. അപ്പോൾ ജനിക്കുന്നത് ആരോഗ്യം. ഓക്കെ, ആരോഗ്യ സംഘടന, ലോകാരോഗ്യ സംഘടന. അപ്പോൾ 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം എന്നാണ്, ഏപ്രിൽ 7 അപ്പൊ ജനീവയാണ് ആസ്ഥാനം. UNEP യുണൈറ്റഡ് നാഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാം, നിലവിൽ വന്നത് എപ്പോഴാണ്? 1972 ഡിസംബർ 15. 1972 ഡിസംബർ 15 കെനിയയിലെ നെയ്റോബി ആസ്ഥാനമായി നിലവിൽ വന്നു. കെനിയയിലെ നെയ്റോബി. UNEP യുണൈറ്റഡ് നാഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാം വർഷം 1972 ഡിസംബർ 15. 1972 ഡിസംബർ 15 നെയ്റോബി കെനിയ. UNEP 1972 ഡിസംബർ 15 നെയ്റോബി കെനിയ. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ജനുവരി 1. 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമായി നിലവിൽ വന്നു. ജനീവയിലാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇപ്പൊ നോക്കിയേ, ജനീവ, WHO ജനീവയിലാണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ജനീവയിലാണ്, ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ തൊഴിൽ സംഘടനയും ജനീവയിലാണ്. ഇനി ഒട്ടനവധി UN ഓർഗനൈസേഷൻസ് ഒക്കെ ജനീവയിലുണ്ട്, അല്ലെ? ഒത്തിരി ആസ്ഥാനങ്ങൾ വരുന്നുണ്ട് എവിടെ? ജനീവയിൽ. WTO 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമായി നിലവിൽ വന്നു. ഇവിടെ ഒരു പ്രീവിയസ് ചോദ്യം നമ്മൾ ഓർക്കണമല്ലോ. ഈ WTOയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതാ? അത് ഗാട്ട് കരാറാണ്. WTOയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഗാട്ട് കരാറാണ്. നോക്കിയേ, ഗാട്ട് കരാർ നിലവിൽ വന്നത് 1947 ഒക്ടോബർ 30. ഗാട്ട് കരാർ നിലവിൽ വന്നത് 1947 ഒക്ടോബർ 30. ഗാട്ട് കരാർ ഇത് പ്രാബല്യത്തിൽ വരുന്നത്. നോക്കിയേ, ഗാട്ട് കരാർ ഒപ്പുവെക്കുന്നതാണ് ഏതാ? 1947 ഒക്ടോബർ 30 എങ്കിൽ ഇത് നിലവിൽ വരുന്നത് 1948 ജനുവരി 1. 1948 ജനുവരി 1 നിലവിൽ വരുന്നു, അല്ലെ? അപ്പൊ ഗാട്ട് കരാർ എന്താന്ന് ചോദിച്ചാൽ 1947 ഒക്ടോബർ 30. ഗാട്ട് കരാർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1947 ഒക്ടോബർ 30. എന്നാൽ ഇത് നിലവിൽ വരുന്നത് 1948 ജനുവരി 1. ഒരു വർഷം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ 1949 ആയിരുന്നെങ്കിലും 1949 ജനുവരി 1 ആണെങ്കിൽ RBI ദേശസാത്കരണം വന്നേനെ. 1949 ജനുവരി 1 അങ്ങനെയാണെങ്കിൽ 1949 ജൂലൈ 1 ആണെങ്കിലും അത് തിരുക്കൊച്ചി സംയോജനം വന്നേനെ. ഓക്കെ, 1948 ജനുവരി 1 ഗാട്ട് കരാർ നിലവിൽ വരുന്നു. നോക്കി, ഒന്നുകൂടെ പറയാം. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ വർഷം 1919, ആസ്ഥാനം ജനീവ. ഇതൊരു UN ഏജൻസിയായി മാറുന്നത് 1946. സമാധാന നൊബേൽ ലഭിച്ച വർഷം 1969. FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ 1945 ഒക്ടോബർ 16 റോം ആസ്ഥാനമാണ്. എന്റെ കൂടെ ഒന്ന് പറഞ്ഞു പാടാ. യുനെസ്കോ 45 നവംബർ 16 പാരീസ്. യുനിസെഫ് 46 ഡിസംബർ 11 ന്യൂയോർക്ക്. സമാധാന നൊബേൽ 1965. WHO 48 ഏപ്രിൽ 7 ജനീവ. UNEP 72 ഡിസംബർ 15 നെയ്റോബി. WTO 1995 ജനുവരി 1 ജനീവ. ഇതിന്റെ മുൻഗാമി, WTOയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഗാട്ട് കരാറാണ്. അത് എപ്പോഴാണ്? ഗാട്ട് കരാർ 1947 ഒക്ടോബർ 30. എന്നാൽ ഇത് നിലവിൽ വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1948 ജനുവരി 1. ഇനി കൂടുതൽ ഓർഗനൈസേഷൻസും അതിന്റെ ആസ്ഥാനവുമായി മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.